Hello my dear kids, how are you? I am Rishma Raji Ranjit. ഇന്നത്തെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററായ ബിയോണ്ട് ഫിയർ ആണ് നമ്മൾ പഠിച്ചത്. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന യൂണിറ്റ് എക്സ്പ്ലനേഷനും ഫുൾ ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ആ ചാപ്റ്ററിൻ്റെ തന്നെ കണ്ടിന്യൂറ്റി ആയിട്ട് ഒരു പോയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എവരിഡേ ഹീറോസ് ആൻഡ് ഒരു സ്റ്റോറിയുമുണ്ട്, ദ ട്രിക്ക് ഓഫ് കിച്ചു. യൂണിറ്റിലേക്ക് പോകും മുമ്പ് ഇംഗ്ലീഷ്, മാത്സ്, CVS, മലയാളം സബ്ജക്റ്റുകളുടെ ഫസ്റ്റ് യൂണിറ്റ് ക്ലാസ്സസിൻ്റെ വീഡിയോ ഇനിയും കാണാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ക്ലാസ് 4 എന്ന പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. ഒപ്പം ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മക്കൾക്ക് മിസ്സാവാണ്ടിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ പ്ലീസ്. ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ ദ യൂണിറ്റ്. വി റീഡ് ദ സ്റ്റോറി ഓഫ് ദിൽന ഹൂ സേവ്ഡ് ഹെർ മം. മക്കൾക്ക് ഓർമ്മയില്ലേ, അവസരോചിതമായ ഇടപെടലിലൂടെ അമ്മയുടെ ജീവൻ രക്ഷിച്ച ദിൽന എന്ന കൊച്ചു പെൺകുട്ടിയുടെ കഥ നമ്മൾ വായിച്ചത്. നൗ ലെറ്റ്സ് സീ സം other ഹീറോസ് ഹൂ പ്രൊട്ടക്ട് us. എൻജോയ് ദ പോയം. ഇനി നമ്മെ സംരക്ഷിക്കുന്ന മറ്റു ചില ഹീറോസിനെ കൂടി പരിചയപ്പെടാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പോയമും താഴെ തന്നിട്ടുണ്ട്, എവരിഡേ ഹീറോസ്. So dear kids, here is a poem which introduces a few other heroes. മറ്റു ചില ഹീറോസിനെ നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ കവിതയൊന്ന് ചൊല്ലി നോക്കാം മക്കളെ. എവരിഡേ ഹീറോസ്, written by Robert Longley. You might see them in uniform or maybe not at all, but no, they will be there when they get the call. No talk of guts and glory, more like protect and serve, a symbol of devotion and respect that they deserve. These are everyday heroes, these men and women in hue, and don't forget the working dogs, they are heroes too. Know that if you need them, a hero will be near to help you in the darkest times and take away the fear. To help you in the darkest times and take away the fear. പോയം വായിച്ചല്ലോ മക്കളെ. ഇനി എന്താണ് ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസിൽ എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ. ഒരു പക്ഷേ, മൈറ്റ് ഒരു പക്ഷേ നിങ്ങൾ അവരെ യൂണിഫോമിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ, മേ ബി കണ്ടിട്ടേ ഇല്ലായിരിക്കാം. സൈഡിൽ കൊടുത്തിട്ടുള്ള പിക്ചർ കണ്ടോ മക്കളെ? ആ പിക്ചറിലുള്ള രണ്ടുപേർ ആരാണ്? ദേ ആർ പോലീസ് ഓഫീസേഴ്സ്. അവരുടെ കൂടെ ആരുണ്ട്? ഡോഗ്സ് ഉണ്ടല്ലേ, 2 പോലീസ് ഡോഗ്സും ഉണ്ട്. അവരുടെ യൂണിഫോം കണ്ടോ? അത്തരത്തിലുള്ള യൂണിഫോമിനെ കുറിച്ചാണ് ഈ ഫസ്റ്റ് 4 ലൈൻസിൽ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഓരോ പ്രൊഫഷനും അനുസരിച്ചുള്ള യൂണിഫോമിൽ നമ്മൾ ഈ ഹീറോസിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ബട്ട് നോ, ദേ വിൽ ബി ദെയർ വെൻ ദേ ഗെറ്റ് ദ കോൾ. എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? പക്ഷേ അറിയുക, അവരവിടെ ഉണ്ടാകും. ദേ വിൽ ബി ദെയർ, അവരവിടെ ഉണ്ടാകും. എപ്പോഴാണ്? വെൻ ദേ ഗെറ്റ് ദ കോൾ, അവർക്കൊരു വിളി ലഭിക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു കോൾ അവരിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി അവർ എന്തായാലും അവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 4 ലൈൻസ് നോക്കിയ മക്കളെ. നോ ടോക്ക് ഓഫ് ഗഡ്സ് ആൻഡ് ഗ്ലോറി, മോർ ലൈക്ക് പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്. ഗഡ്സ് എന്താണ് മക്കളെ? ധൈര്യം. ഗ്ലോറിയോ? മഹത്വം. അപ്പോൾ നോ ടോക്ക് ഓഫ് ഗഡ്സ് ആൻഡ് ഗ്ലോറി മീൻസ് അവർ അവരുടെ ധൈര്യവും മഹത്വവും ഒന്നും പ്രഘോഷിക്കാറില്ല. ദാറ്റ് മീൻസ് അവരതൊന്നും പറഞ്ഞു നടക്കാറില്ല. പിന്നെ എന്താണ് അവർ ചെയ്യുന്നത്? മോർ ലൈക്ക് പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്. പ്രൊട്ടക്റ്റ് എന്ന് വെച്ചാൽ സംരക്ഷിക്കുക, സെർവ് മക്കളെ സേവിക്കുക, സേവനം ചെയ്യുക. അവരുടെ മുഴുവൻ ശ്രദ്ധയും എന്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളെ സംരക്ഷിക്കുന്നതിലും സേവിക്കുന്നതിലും മാത്രമാണ് അവരുടെ മുഴുവൻ ശ്രദ്ധയും. എ സിംബൽ ഓഫ് ഡിവോഷൻ ആൻഡ് റെസ്പെക്ട് ദാറ്റ് ദേ ഡിസേർവ്. സിംബൽ എന്താണ് മക്കളെ? പ്രതീകം. ഡിവോഷനോ? സമർപ്പണം. അപ്പോൾ സമർപ്പണത്തിൻ്റെ ഒരു പ്രതീകമാണ് അവർ. ആൻഡ് റെസ്പെക്ട് ദാറ്റ് ദേ ഡിസേർവ്, അവർ അർഹിക്കുന്ന ബഹുമാനം നാം അവർക്ക് കൊടുക്കണം. Next, these are everyday heroes, these men and women in hue.
എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഇവരാണ് അനുദിന വീരനായകർ, എവ്രിഡേ ഹീറോസ്. നമ്മുടെ പോയത്തിൻ്റെ പേരാണ് എവ്രിഡേ ഹീറോസ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദീസ് ആർ എവ്രിഡേ ഹീറോസ്. ഇവരാണ് അനുദിന വീരനായകർ. ഹൂ, ആര്? ദീസ് മെൻ ആൻഡ് വിമൻ ഇൻ ഹ്യൂ. പല ഭാവത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും, അവരാണ് നമ്മുടെ ഹീറോസ് അല്ലേ? ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദ വർക്കിംഗ് ഡോഗ്സ്, ദേ ആർ ഹീറോസ് ടു. വേറെ ആരെക്കുറിച്ചാണ് മക്കളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജോലി ചെയ്യുന്ന നായ്ക്കളെക്കുറിച്ച്. അവരെ നമ്മൾ മറക്കാൻ പാടുണ്ടോ? അവരെയും നമ്മൾ മറക്കരുത്. കാരണം എന്താ? അവരും ഹീറോസ് തന്നെയാണ്, വീരനായകർ തന്നെയാണ്. സോ ദ വർക്കിംഗ് ഡോഗ്സ് ആർ ഓൾസോ ഹീറോസ്. ലാസ്റ്റ് സ്റ്റാൻസ് നോക്കിയേ മക്കളെ. Know that if you need them, a hero will be near. അറിയുക, നിങ്ങൾക്ക് അവരെ ആവശ്യമുള്ളപ്പോൾ ഒരു ഹീറോ നിങ്ങളുടെ അടുത്ത് ഉണ്ടാകും. പെട്ടെന്ന് നിങ്ങൾക്കൊരു എമർജൻസി വന്നാൽ ഉറപ്പായും ഒരു ഹീറോ നമ്മുടെ അടുത്ത് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? ടു ഹെൽപ്പ് യു ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ് ആൻഡ് ടേക്ക് എവേ ദ ഫിയർ. ഡാർക്കസ്റ്റ് ടൈംസ് എന്ന് എന്താണ് മക്കളെ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഡാർക്കസ്റ്റ് എന്താണ്? ഇരുണ്ട, ബുദ്ധിമുട്ടേറിയ എന്നൊരു മീനിങ് ആണ് ഇവിടെ അതിന് ഉള്ളത്. അതായത് ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ. ടു ഹെൽപ്പ് യു ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ് ആൻഡ് ടേക്ക് എവേ ദ ഫിയർ. ഫിയർ എന്താ മക്കളെ? ഭയം, പേടി. നിങ്ങളുടെ ഭയം ടേക്ക് എവേ, എടുത്തു മാറ്റാൻ. നിങ്ങളെ നിങ്ങളുടെ മോശം സമയത്ത് സഹായിക്കാനും നിങ്ങളുടെ പേടി എടുത്തു മാറ്റാനും ആരുണ്ടാവും? ഈ ഹീറോസൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് വേണ്ടി എല്ലാ തരത്തിലുമുള്ള സേവനങ്ങൾ ചെയ്യാൻ തയ്യാറായി അതിനുവേണ്ടി എല്ലാ എഫേർട്സും എടുത്ത് രംഗത്തിറങ്ങിയിരിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് ഈ പോയം. അവരെയാണ് മക്കളെ നാം ഹീറോസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ലെറ്റ്സ് എക്സ്പ്ലോർ. നമുക്ക് കണ്ടെത്താം. ഇവിടെ ഒരു 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഹൂ ആർ ദ ഹീറോസ് മെൻഷൻഡ് ഇൻ ദ പോയം? കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഹീറോസ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് മക്കളെ? ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പോലീസ് ഓഫീസേഴ്സ് ആൻഡ് ദ ഡോഗ് സ്ക്വാഡ് ആർ ദ ഹീറോസ് മെൻഷൻഡ് ഇൻ ദ പോയം. ആ പിക്ചറിൽ മക്കൾ കണ്ടില്ലേ? 2 പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലേ, മെയിൽ ആൻഡ് ഫീമെയിൽ. ഒരു സ്ത്രീയും ഒരു പുരുഷനും 2 പേരുമുണ്ട്. പിന്നെ 2 ഡോഗ് സ്ക്വാഡും ഉണ്ടല്ലേ, 2 ഡോഗ്സും ഉണ്ട്. അപ്പോൾ അവരെയാണ് ഈ കവിതയിൽ ഹീറോസ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദീസ് ഹീറോസ് ഡു വെൻ ദേ ആർ കോൾഡ്? ഈ ഹീറോസിനെ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരെന്ത് ചെയ്യും? When they get a call, they will be there to protect and serve us. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവരവിടെ ഉണ്ടാവും നമുക്ക് വേണ്ടി, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ സെർവ് ചെയ്യാൻ, നമുക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാനും അവരവിടെ ഉണ്ടാവും. അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു യു തിങ്ക് ദ ഓതർ കോൾസ് ദീസ് ഹീറോസ് എവ്രിഡേ ഹീറോസ്? എന്തുകൊണ്ടായിരിക്കും ഈ കവിത എഴുതിയ ആൾ, എഴുത്തുകാരൻ, ഇവരെ അനുദിന നായകർ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ദീസ് ഓഫീസേഴ്സ് ആർ കോൾഡ് എവ്രിഡേ ഹീറോസ് ബിക്കോസ് ദേ ആർ അവൈലബിൾ ഓൾ ദ ടൈം ടു ഹെൽപ്പ് അസ്. എല്ലായ്പ്പോഴും അവർ നമ്മൾക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കും അല്ലേ? എപ്പോൾ നമ്മൾ വിളിച്ചാലും, അത് എല്ലാ ദിവസവും അവർ നമുക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് നാം ഇവരെ എവ്രിഡേ ഹീറോസ് എന്ന് വിളിക്കുന്നത്, അനുദിന വീരനായകർ. ഇനി ഈ പോയത്തിലെ 2 ആക്ടിവിറ്റീസാണ് നമുക്കുള്ളത്. ആക്ടിവിറ്റി 1 നോക്കിയേ മക്കളെ. റീഡ് ദ ഫോളോവിങ് ലൈൻസ് ഫ്രം ദ പോയം. ഈ കവിതയിലെ കുറച്ച് വരികളാണല്ലേ താഴെ തന്നിട്ടുള്ളത്, അതൊന്ന് വായിക്കാം. യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ, ബട്ട് നോ ദേ വിൽ ബി ദെയർ വെൻ ദേ ഗെറ്റ് ദ കോൾ. ദ വേർഡ്സ് ഓൾ ആൻഡ് കോൾ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. ദേ ആർ റൈമിംഗ് വേർഡ്സ്. രണ്ടാമത്തെ ലൈനിലെ ഓൾ എന്ന വാക്കും 4th ലൈനിലെ കോൾ എന്ന വാക്കും കണ്ടില്ലേ മക്കളെ? 2 വാക്കുകളും ഒരേപോലെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓൾ, കോൾ. അപ്പോൾ ഇത്തരം വേർഡ്സിന് എന്താണ് പറയുന്നത്? റൈമിംഗ് വേർഡ്സ് എന്നാണ് പറയുന്നത്. ഓൾ, കോൾ എന്നീ വാക്കുകൾ ഒരേ ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. അവയാണ് റൈമിംഗ് വേർഡ്സ് അഥവാ പ്രാസപദങ്ങളെന്ന് മലയാളത്തിൽ പറയും. ദെൻ എന്താ മക്കളെ റൈമിംഗ് വേർഡ്സ്? We can simply say a rhyme is a repetition of similar sounds at the end of 2 or more words.
എന്താണ്? ഒന്നോ അതിലധികമോ ഉള്ള വേർഡ്സിൻ്റെ വാക്കുകളുടെ അവസാന ഭാഗത്ത് സിമിലർ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൈമിംഗ് വേർഡ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം ആൻഡ് റൈറ്റ് ദം ബിലോ. നമ്മളിപ്പോൾ പഠിച്ച കവിതയിൽ നിന്നും കൂടുതൽ റൈമിംഗ് വേർഡ്സ്, പ്രാസപദങ്ങൾ കണ്ടെത്തി താഴെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നോക്കിയേ മക്കളെ, ഫസ്റ്റ് സ്റ്റാൻസയിലുണ്ട് 2 എണ്ണം, അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഓൾ ആൻഡ് കോൾ. ദെൻ സെക്കൻഡ് സ്റ്റാൻസ എടുത്ത് നോക്കിയാൽ ഏതൊക്കെയുണ്ട്? സെർവ്, ഡിസേർവ്. തേർഡ് സ്റ്റാൻസയിലോ ഹീറോസ്, ഡോഗ്സ്, ഹ്യൂ, ടു. ലാസ്റ്റ് സ്റ്റാൻസയിലോ നിയർ, ഫിയർ. കണ്ടില്ലേ, ഇത്രയും വേർഡ്സ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരേ സൗണ്ടിലല്ലേ അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് അവയെ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾ ഇനി ഒരു പുതിയ കവിത എപ്പോൾ പഠിച്ചാലും അതിലെ റൈമിംഗ് വേർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം കേട്ടോ. ആക്ടിവിറ്റി 2, മീറ്റ് ദ ഹീറോ. We have seen many heroes like soldiers, farmers, police officers, artists and sportsmen. Suppose a police officer from the Janamaitri police station is visiting your school. Prepare some questions to ask him or her. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? പട്ടാളക്കാർ, കൃഷിക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ, കലാകാരന്മാർ, സ്പോർട്സ് താരങ്ങൾ തുടങ്ങിയ ഹീറോകളെയൊക്കെ നാം കണ്ടിട്ടുണ്ടല്ലോ മക്കളെ. ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ സ്കൂൾ സന്ദർശിക്കുന്നു എന്ന് വിചാരിക്കുക. അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ്സ് പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡു യു ലൈക്ക് യുവർ ജോബ്? വൈ? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഇഷ്ടമാണോ? എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാം മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 1, വൈ ഡിഡ് യു വാണ്ട് ടു ബിക്കം എ പോലീസ് ഓഫീസർ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പോലീസ് ഓഫീസർ ആയത്? നെക്സ്റ്റ്, വാട്ട് ആർ യുവർ ഡ്യൂട്ടീസ് അറ്റ് ദ പോലീസ് സ്റ്റേഷൻ? പോലീസ് സ്റ്റേഷനിലെ അങ്ങയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? നെക്സ്റ്റ്, ഹൗ ഡു യു ഹെൽപ്പ് പീപ്പിൾ ഇൻ യുവർ ജോബ്? നിങ്ങളുടെ ജോലി ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? നെക്സ്റ്റ്, ഹാവ് യു എവർ കോട്ട് എ തീഫ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കള്ളനെ പിടിച്ചിട്ടുണ്ടോ? നെക്സ്റ്റ്, വാട്ട് ഷുഡ് വി ഡു ഇഫ് വി ആർ ഇൻ ഡേഞ്ചർ? ഒരു അപകടത്തിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പെട്ടെന്ന്? നെക്സ്റ്റ്, ഹൗ ക്യാൻ ചിൽഡ്രൻ സ്റ്റേ സേഫ് വെൻ ദേ ആർ എലോൺ? കുട്ടികൾ ഒറ്റയ്ക്കാവുന്ന സമയങ്ങളിൽ, അത് വീട്ടിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ എവിടെയാണെങ്കിലും കുട്ടികൾ ഒറ്റയ്ക്കാവുന്ന സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് സേഫ് ആയിട്ടിരിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മളൊരു പോലീസ് ഓഫീസറോട് ചോദിക്കുമ്പോൾ വളരെ ജെന്യുവിനായിട്ടുള്ള, വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടും അല്ലേ മക്കളെ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു എൻജോയ് യുവർ ജോബ്? നിങ്ങളുടെ ജോലി നിങ്ങൾ ആസ്വദിച്ചാണോ ചെയ്യുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അഡ്വൈസ് ഡു യു ഹാവ് ഫോർ അസ് ടു ബിക്കം ഗുഡ് സിറ്റിസൺസ്? നല്ല പൗരന്മാരായി, നല്ല കർത്തവ്യബോധമുള്ള പൗരന്മാരായി വളർന്നു വരാൻ വേണ്ടി എന്ത് അഡ്വൈസാണ്, എന്ത് ഉപദേശമാണ് സാറിന് ഞങ്ങൾക്ക് തരാനുള്ളത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി ഹെൽപ്പ് ദ പോലീസ് ഇൻ അവർ ഡെയിലി ലൈഫ്? പോലീസ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ടല്ലേ, അതേപോലെ തിരിച്ചും നമുക്ക് അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ എഫേർട്സൊക്കെ അവർക്കും ഹെൽപ്പാവും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നിത്യജീവിതത്തിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ മക്കളെ, നമ്മളുടെ ഈ പോയം എവരിഡേ ഹീറോസ്, അതിൻ്റെ 2 ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. 2 ചെറിയ ആക്ടിവിറ്റീസ് ആയിരുന്നു, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആക്ടിവിറ്റീസ് ആയിരുന്നു. നമ്മൾ റൈമിംഗ് വേർഡ്സും കണ്ടെത്തി ക്വസ്റ്റ്യൻസും തയ്യാറാക്കി. അങ്ങനെ ആ പോയം അവസാനിച്ചു. ഇനി അടുത്തതൊരു സ്റ്റോറിയാണ് നമുക്ക്. Here is a story about Kichu, the brave rabbit, whose heroic actions saved the lives of his friends. തൻ്റെ ധീരമായ പ്രവൃത്തി കൊണ്ട് കൂട്ടുകാരുടെ ജീവൻ രക്ഷിച്ച കിച്ചു എന്ന ധീരനായ മുയലിൻ്റെ കഥയാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. ദ ട്രിക്ക് ഓഫ് കിച്ചു, കിച്ചുവിൻ്റെ സൂത്രം. കിച്ചു ദ റാബിറ്റ് വാസ് എ വെൽ നോൺ വെജിറ്റബിൾ മെർച്ചൻറ്റ് ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്. ഒരു ചെറിയ മാർക്കറ്റിലെ അറിയപ്പെടുന്ന ഒരു പച്ചക്കറി കച്ചവടക്കാരനായിരുന്നു, വെജിറ്റബിൾ മർച്ചൻറ്റ് ആയിരുന്നു. ആര്? കിച്ചു എന്ന റാബിറ്റ്, മുയൽ. ഹിസ് ഷോപ്പ് വാസ് ഫിൽഡ് വിത്ത് ഫ്രഷ് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ്, ക്യാബേജ്, പംകിൻ, ബിറ്റർ ഗാർഡ് ആൻഡ് സ്പിനാച്ച്. ആ പിക്ചറിൽ കണ്ടില്ലേ മക്കളെ? ഫസ്റ്റ് പിക്ചറിൽ കുറേ ഫ്രഷ് വെജിറ്റബിൾസിൻ്റെ നടുക്ക് നല്ല ഹാപ്പി ആയിട്ട് ആര് നിൽക്കുന്നു? നമ്മുടെ കിച്ചു മുയൽ, കിച്ചു റാബിറ്റ് നിൽക്കുന്നു.
അവൻ്റെ കടയിൽ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കിച്ചു റാബിറ്റിൻ്റെ കട നിറയെ ക്യാരറ്റ്, ക്യാബേജ്, മത്തങ്ങ, പാവയ്ക്ക, ചീര തുടങ്ങിയ നല്ല പുതിയ പച്ചക്കറികൾ, നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. One day, Chinnu, a little girl, came to his shop to buy some vegetables. ഒരു ദിവസം ചിന്നു എന്ന ഒരു കൊച്ചു പെൺകുട്ടി പച്ചക്കറി വാങ്ങാൻ വേണ്ടി അവൻ്റെ കടയിൽ വന്നു. He noticed Chinnu holding something. He couldn't make out what it was. ചിന്നു എന്തോ ഒന്ന് കയ്യിൽ പിടിച്ചിരിക്കുന്നത് അവൻ കണ്ടു. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രം അവന് കഴിഞ്ഞില്ല. നെക്സ്റ്റ് ചിന്നു പറയാണ്, Oh my friend Kichu, my father doesn't have any money with him, but we want some vegetables. Please keep this mirror with you and give me some pumpkins, carrots and beans. ചിന്നു എന്താണ് മക്കളെ പറഞ്ഞത് കിച്ചു റാബിറ്റിനോട്? ഓ എൻ്റെ കൂട്ടുകാരാ കിച്ചു, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. ഈ കണ്ണാടി നിന്റെ കയ്യിൽ വെച്ചിട്ട് എനിക്ക് കുറച്ച് മത്തങ്ങയും ക്യാരറ്റും ബീൻസും തരൂ. When my father gets money, I will pay you and take the mirror back, okay? Chinnu said. എൻ്റെ അച്ഛന് പണം കിട്ടുമ്പോൾ നിന്റെ പണം തന്നിട്ട് ഞാൻ എൻ്റെ കണ്ണാടി തിരികെ എടുത്തോളാം. നീ സമ്മതിച്ചോ എന്നാണ് ചിന്നു ചോദിച്ചത്. കിച്ചു എന്ത് ചെയ്ത് കാണും മക്കളെ? അവളുടെ കയ്യിൽ നിന്നും ആ കണ്ണാടി മിറർ വാങ്ങി വെച്ചിട്ട് വെജിറ്റബിൾസ് കൊടുത്തിട്ടുണ്ടാവുമോ? നമുക്ക് വായിച്ചു നോക്കാം. Kichu took the mirror from her and carefully placed it in a corner of the shop. He gave her all the vegetables she wanted. Chinnu went back home happily. കിച്ചു അവളുടെ കയ്യിൽ നിന്നും കണ്ണാടി വാങ്ങി അവൻ്റെ കടയുടെ ഒരു കോണിൽ ഭദ്രമാക്കി വെച്ചു. അവൻ ചിന്നുവിന് വേണ്ട എല്ലാ വെജിറ്റബിൾസും എല്ലാ പച്ചക്കറികളും കൊടുത്തു. ചിന്നു അതുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. നെക്സ്റ്റ് പേജ്. കിച്ചു took out the mirror and looked. Hey, what's this? Who is this in the mirror? He was pleased to see his own image in the mirror. കിച്ചു ആ കണ്ണാടി പുറത്തെടുത്ത് അവൻ്റെ മുഖം അതിലൊന്ന് നോക്കി. ഹേ, എന്താണിത്? ആരാണ് ഈ കണ്ണാടിയിൽ? സ്വന്തം പ്രതിച്ഛായ കണ്ണാടിയിൽ കണ്ട് അവന് സന്തോഷമായി. എന്തുകൊണ്ടായിരിക്കും മക്കളെ സ്വന്തം ഇമേജ് ആ കണ്ണാടിയിൽ മിററിൽ കണ്ടപ്പോൾ കിച്ചുമുയലിന് ഇത്രയും സന്തോഷം വന്നത്? നമുക്ക് നോക്കാം. Am I so handsome? He wondered. He started dancing with joy. എന്താണ് കിച്ചു പറഞ്ഞത്? ഞാൻ ഇത്ര സുന്ദരനാണോ? അവൻ അത്ഭുതപ്പെട്ടു. വണ്ടേഡ്, അതിശയിച്ചു പോയി. അവൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാനും തുടങ്ങി. He started dancing with joy. From then on, every morning he would brush and clean his face, looking in the mirror. അപ്പോൾ മുതൽ പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും കിച്ചു എന്തു ചെയ്തു? രാവിലെ കണ്ണാടിയിൽ നോക്കി മുഖമൊക്കെ ബ്രഷ് ചെയ്തൊന്ന് മിനുക്കി വൃത്തിയാക്കി വെക്കുമായിരുന്നു. ഡേയ്സ് പാസ്റ്റ്, ദിവസങ്ങൾ കടന്നുപോയി. കുങ്കൻ വോൾഫ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്. ഹി അറ്റാക്ഡ് ഓൾ ദ ആനിമൽസ് ഇൻ ദ മാർക്കറ്റ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുങ്കൻ ചെന്നായ വോൾഫ് മാർക്കറ്റ് സന്ദർശിക്കാൻ ഇറങ്ങി. അവൻ മാർക്കറ്റിലുള്ള എല്ലാ മൃഗങ്ങളെയും ആക്രമിച്ചു. The deer, rabbit, donkey and all other animals were terrified. How can they escape from this attack? They started thinking but could not find a way out. മാനും മുയലും കഴുതയും മറ്റെല്ലാ മൃഗങ്ങളും പേടിച്ചു വിറച്ചു. ടെറിഫൈഡ്, പേടിച്ചു വിറച്ചു. എങ്ങനെ അവർക്ക് കുങ്കന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ, എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നവർ ആലോചിച്ചു. അവർ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു വഴിയും കണ്ടില്ല. പാവം ആനിമൽസ് അല്ലേ മക്കളെ? ഹൗ ക്യാൻ ദേ എസ്കേപ്പ് ഫ്രം ഹിസ് അറ്റാക്ക്? കുങ്കന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവരെന്ത് ചെയ്യുമായിരിക്കും? ആരെങ്കിലും അവരെ സഹായിക്കുമായിരിക്കുമോ? നമുക്ക് നോക്കാം അല്ലേ? നെക്സ്റ്റ് പേജ്. വൺ ഡേ കുങ്കൻ വോൾഫ് കം ടു കിച്ചു റാബിറ്റ്സ് ഷോപ്പ്. ഒരു ദിവസം കുങ്കൻ ചെന്നായ ആരുടെ കടയിലെത്തി? നമ്മുടെ കിച്ചു മുയലിൻ്റെ കടയിലെത്തി. ഹേ കിച്ചു, ഐ വിൽ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്. ഹേ കിച്ചു, ഞാൻ നിന്നെ തവിട് പൊടിയാക്കും, എന്നിട്ട് ഞാൻ നിന്നെ തിന്നു കളയുമെന്ന് കുങ്കൻ ചെന്നായ കിച്ചു റാബിറ്റിനോട് പറഞ്ഞു. ദ ആനിമൽസ് വെർ ഫ്രൈറ്റൻഡ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം റാൻ അവേ. മൃഗങ്ങളെല്ലാവരും പേടിച്ചു പോയി. ഫ്രൈറ്റൻഡ്, പേടിച്ചു പോയി. അതിൽ കൂടുതൽ മൃഗങ്ങളും എന്ത് ചെയ്തു? അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. സഡൻലി കിച്ചു ഗോട്ട് ആൻ ഐഡിയ. പെട്ടെന്ന് തന്നെ കിച്ചുവിനൊരു ഉപായം തോന്നി. കിച്ചു എന്ത് പറഞ്ഞു? മൈ ഫ്രണ്ട്, ഡോണ്ട് ട്രൈ യുവർ ട്രിക്സ് ഓൺ മീ. ഇഫ് യു വാണ്ട് ടു ലീവ്, ഗോ അവേ ഫ്രം ഹിയർ. കിച്ചുമുയൽ എന്താണ് മക്കളെ പറഞ്ഞത്? കൂട്ടുകാരാ, എൻ്റെ അടുത്ത് നിന്റെ അഭ്യാസം ഒന്നും വേണ്ട. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്നും പോയിക്കോളൂ.
വാട്ട് വിൽ യു ഡു? ദ വോൾഫ് ആസ്ക്ഡ്. നീ എന്ത് ചെയ്യും എന്ന് ചെന്നായ ചോദിച്ചു. അപ്പോൾ നമ്മുടെ കിച്ചു റാബിറ്റ് എന്ത് പറഞ്ഞു മക്കളെ? ഐ കാൺ ഡു എനിത്തിങ് ബട്ട് മൈ ഫ്രണ്ട് ജിഗു ദ വോൾഫ് ഈസ് ഹൈഡിങ് ഇൻസൈഡ് മൈ ഷോപ്പ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ എൻ്റെ കൂട്ടുകാരൻ ജിഗു ചെന്നായ എൻ്റെ കടയ്ക്കുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. ഹീ വിൽ സ്മാഷ് യു ഇൻ ടു പീസസ്. അവൻ നിന്നെ കഷണങ്ങളായി നുറുക്കും. വുഡ് യു ലൈക്ക് ടു സീ ഹിം? നിനക്ക് അവനെ കാണണമെന്നുണ്ടോ? കിച്ചു റാബിറ്റ് ആസ്ക്ഡ്. കിച്ചു മുയൽ ചോദിച്ചു. യെസ്, ഷോ മി യുവർ ജിഗു, കുങ്കൻ വോൾഫ് ഡിമാൻഡഡ്. വേണം, നിന്റെ ജിഗുവിനെ എനിക്കൊന്ന് കാണണം, ഞാൻ അവനെ ഒന്ന് കാണട്ടെ എന്ന് കുങ്കൻ ചെന്നായ ആവശ്യപ്പെട്ടു. ഡിമാൻഡഡ് ആവശ്യപ്പെടുക. നെക്സ്റ്റ് പേജ്. കിച്ചു റാബിറ്റ് ടേൺഡ് ആൻഡ് പിക്ഡ് അപ്പ് ദ മിറർ. He brought it to the face of Kungan Wolf. Look here, he is Jigu, Kichu said. കിച്ചു മുയൽ തിരിഞ്ഞ് കണ്ണാടി എടുത്തു. അവനത് കുങ്കൻ ചെന്നായുടെ മുഖത്തിന് നേരെ പിടിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു മക്കളെ? ഇവിടെ നോക്ക്, ഇവനാണ് ജിഗു. ഓ വാട്ട് എ ടെറിബിൾ ഫെലോ ഹി ഈസ്. ഓ എന്തൊരു ഭയങ്കരനാണിവൻ. ഇഫ് ഹി കംസ് ഔട്ട് ഹി വിൽ ഫിനിഷ് മീ. ഇവൻ പുറത്തേക്കെങ്ങാനും വന്നാൽ എൻ്റെ കഥ കഴിക്കുമെന്ന് കുങ്കൻ വോൾഫ് ചിന്തിച്ചു. Seeing his own image, Kungan thought that it was the real Jagu Wolf. എന്താണ് മക്കളെ ഇവിടെ സംഭവിച്ചത്? കുങ്കൻ വോൾഫിൻ്റെ സ്വന്തം പ്രതിച്ഛായ തന്നെ, സ്വന്തം മുഖം തന്നെ ആ മിററിൽ കണ്ടിട്ട് കുങ്കൻ എന്താണ് ചിന്തിച്ചത്? അത് ശരിക്കുമുള്ള ജിഗു വോൾഫാണെന്ന് കരുതി. കുങ്കൻ വോൾഫ് ran away as fast as he could. He never came back again. Kichu became a real hero. All the animals became happy. ഫൈനലി എന്ത് സംഭവിച്ചു മക്കളെ? കുങ്കൻ ചെന്നായ അവൻ്റെ സർവ്വശക്തിയും എടുത്ത് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഒരിക്കലും അവൻ തിരികെ വന്നതേയില്ല. കിച്ചുമുയൽ ശരിക്കും അവരുടെ എല്ലാം ഹീറോ ആയി മാറി. മൃഗങ്ങൾക്കെല്ലാം സന്തോഷമായി. സോ ദിസ് ഈസ് ദ സ്റ്റോറി അബൌട്ട് കിച്ചു ദ ബ്രേവ് റാബിറ്റ് ഹൂസ് ഹീറോയിക് ആക്ഷൻസ് സേവ് ദ ലൈവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. തൻ്റെ ധീരമായ പ്രവൃത്തി കൊണ്ട് എങ്ങനെയാണ് കൂട്ടുകാരുടെ ജീവൻ കിച്ചുമുയൽ രക്ഷിച്ചതെന്ന് കണ്ടോ മക്കളെ? അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കിച്ചുമുയലും ആരാണ്? ഒരു ഹീറോ ആണല്ലേ. സോ മക്കളെ, നമ്മളിപ്പോൾ പഠിച്ചത് സിപ്പി പള്ളിപ്പുറം എഴുതിയ ദ ട്രിക്ക് ഓഫ് കിച്ചു, കിച്ചുവിൻ്റെ സൂത്രം എന്നുള്ള ബ്രേവ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഥയാണ്. നെക്സ്റ്റ് പേജിൽ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കിയ മക്കളെ. പിക്ചർ സ്റ്റോറി കാർഡ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. സം ഇവൻറ്റ്സ് ആർ ഗിവൺ. റൈറ്റ് ദ ഇവൻറ്റ് അണ്ടർ ഈച്ച് പിക്ചർ. ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. എന്ത് ചെയ്യാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. കുറച്ച് ചിത്രങ്ങൾ 2 പേജിലായിട്ട് തന്നിട്ടുണ്ടല്ലേ. ചില സംഭവങ്ങൾ നൽകിയിരിക്കുന്നു, ചില ഇവൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ചിത്രത്തിനും താഴെ ആ ഇവൻറ്റ്, ആ സംഭവം എന്താണെന്ന് എഴുതണം. അനുയോജ്യമായ ഒരു തലക്കെട്ടും സ്യൂട്ടബിളായിട്ടുള്ള ഒരു ടൈറ്റിലും കൊടുക്കണം. ഫസ്റ്റ് 2 പിക്ചേഴ്സിൽ ആ ഇവൻറ്റ്സ് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ മക്കളെ? ഒന്ന് വായിച്ചു നോക്കിക്കേ. ഫസ്റ്റ് പിക്ചറിൽ ടുഡേ ഈസ് പ്രിയാസ് ഫസ്റ്റ് ഡേ ഇൻ എ ന്യൂ സ്കൂൾ. ഇന്ന് പ്രിയയുടെ ആദ്യത്തെ ദിവസമാണ്. എവിടെ? പുതിയ സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. പ്രിയാസ് മം ഡ്രോപ്സ് ഹർ അറ്റ് സ്കൂൾ. പ്രിയയുടെ അമ്മ അവളെ സ്കൂളിൽ എത്തിച്ചു. നെക്സ്റ്റ് പിക്ചറിൽ മിസ് നീന ഇൻട്രൊഡ്യൂസസ് പ്രിയ ടു ഹെർ ക്ലാസ്മേറ്റ്സ്. പ്രിയയുടെ ക്ലാസ്മേറ്റ്സിന്, സഹപാഠികൾക്ക് മിസ് നീന ടീച്ചർ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പരിചയപ്പെടുത്തി കൊടുത്തു. തേർഡ് പിക്ചറിൽ നിങ്ങൾ എന്താ മക്കളെ കാണുന്നത്? പ്രിയ ഒരു കുട്ടിയോട് സംസാരിക്കുകയാണ് ഹാപ്പി ആയിട്ടല്ലേ. അപ്പം നമുക്കവിടെ എന്തെഴുതാം? പ്രിയ സിറ്റ്സ് ബിസൈഡ് എ ഫ്രണ്ട്ലി ക്ലാസ്മേറ്റ് ഹൂ സ്റ്റാർട്ട്സ് ടോക്കിംഗ് ടു ഹെർ. നല്ല ഫ്രണ്ട്ലി ആയിട്ട് സ്നേഹത്തോടെ പ്രിയയോട് സംസാരിക്കാൻ തുടങ്ങിയ ഒരു ക്ലാസ്മേറ്റിൻ്റെ, സഹപാഠിയുടെ അടുത്ത് പ്രിയ ഇരുന്നു. ഫോർത്ത് പിക്ചറിൽ എന്താ മക്കളെ കാണുന്നത്? അവർ ഫുഡ് കഴിക്കുകയാണ് അല്ലേ. ഫുഡ് പ്രിയയ്ക്ക് എടുത്തു കൊടുക്കുകയാണ് ആ കുട്ടി അല്ലേ. സോ നമുക്കത് എങ്ങനെ എഴുതാം? ഡ്യൂറിങ് ലഞ്ച് എ ക്ലാസ്മേറ്റ് ഹെൽപ്സ് പ്രിയ ആൻഡ് ദേ ഷെയർ എ ഹാപ്പി മൊമെൻറ്റ്. ലഞ്ചിൻ്റെ ടൈമിൽ ഒരു ക്ലാസ്മേറ്റ് ഫുഡ് കഴിക്കാൻ അവളെ സഹായിച്ചു. അങ്ങനെ ഒരു ഹാപ്പി മൊമെൻറ്റ് അവർ ഷെയർ ചെയ്തു. സന്തോഷകരമായ ഒരു നിമിഷമാണ് അവർ ഷെയർ ചെയ്തത്. നെക്സ്റ്റ് പേജ് നമ്പർ 33 ഫസ്റ്റ് പിക്ചർ. ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പ്രിയയെ ഒരു കുട്ടി ഹെൽപ്പ് ചെയ്യുന്നതാണല്ലേ. നമുക്കത് എങ്ങനെ എഴുതാം മക്കളെ? എ ഫ്രണ്ട് ഹെൽപ്സ് പ്രിയ ടു ദ ടോയ്ലറ്റ് ഷോയിങ് കെയർ ആൻഡ് കൈൻഡ്നെസ്. പ്രിയയോട് കരുതലും ദയയും ഒക്കെയുള്ള അവളുടെ ഫ്രണ്ട് ടോയ്ലറ്റിലേക്ക് എത്താനും അവളെ സഹായിച്ചു. നെക്സ്റ്റ് പിക്ചർ എന്താണ് മക്കളെ? ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടാണല്ലേ.
Priya joins her friends on the basketball court. They play and have fun together. Her friend helps Priya to bounce the ball. പ്രിയ അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ ബാസ്കറ്റ് ബോൾ കോർട്ടിലെത്തി കളിയിൽ ജോയിൻ ചെയ്തു. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ബാസ്കറ്റ് ബോൾ കളിച്ചു. അവളുടെ ഫ്രണ്ട് അവൾക്ക് ബോൾ ബൗൺസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. നെക്സ്റ്റ്, പ്രിയ ടേക്സ് പാർട്ട് ഇൻ എ ബാസ്കറ്റ്ബോൾ മാച്ച് ആൻഡ് സ്കോർസ് എ ഗോൾ വൈൽ ദ ക്രൗഡ് ചിയേഴ്സ്. പ്രിയ ഒരു ബാസ്കറ്റ്ബോൾ മാച്ചിൽ പങ്കെടുക്കുകയും കാഴ്ചക്കാർ അവളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവൾ ഒരു ഗോള് സ്കോർ ചെയ്യുകയും ചെയ്തു. ലാസ്റ്റ് വൺ, പ്രിയ ഈസ് അവാർഡഡ് ബൈ ദ പ്രിൻസിപ്പൽ ഇൻ ഫ്രണ്ട് ഓഫ് എവ്രി വൺ ഫോർ ഹെർ സ്പോർട്സ് അച്ചീവ്മെൻറ്റ്. സ്പോർട്സിൽ ബാസ്കറ്റ് ബോളിൽ അവൾക്ക് കിട്ടിയ നേട്ടത്തിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രിൻസിപ്പൽ അവൾക്കൊരു അവാർഡ് കൊടുത്തു. സോ മക്കളെ, ഇവൻറ്റ്സ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി പറഞ്ഞിരിക്കുന്നത് ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ എന്നാണ്. ഇതിന് അനുയോജ്യമായ ഒരു തലക്കെട്ട് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് കൊടുക്കാം? ബിയോണ്ട് ദ വീൽ ചെയർ, വീൽ ചെയറിനും അപ്പുറം. വീൽ ചെയറിലിരിക്കുന്ന ഒരു പെൺകുട്ടി, അവളുടെ ലൈഫിലുണ്ടായ, സ്കൂൾ ലൈഫിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചല്ലേ നമ്മൾ ഇത്രയും നേരം ഓരോ ഇവൻറ്റ്സിലും എഴുതിയത്. സോ ബിയോണ്ട് ദ വീൽ ചെയർ എന്നുള്ള ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. കാരണം വീൽ ചെയറിലിരുന്നു കൊണ്ട് അമ്മയുടെ കൂടെ സ്കൂളിലെത്തിയ ഒരു കുട്ടി, അവൾക്ക് അവിടുന്ന് നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നു, ടീച്ചേഴ്സിനെ കിട്ടുന്നു, അവൾ അങ്ങനെ ബാസ്കറ്റ് ബോൾ കോർട്ട് വരെ എത്തുന്നു, അവസാനം ഒരു അവാർഡ് വിൻ ചെയ്യുന്നു. So this title is suitable for her story. Last activity നോക്കിയേ മക്കളെ. Let's play with language. Here is a word grid. What words can you make from the grid? An example is given for you. Identify the other words and circle them. ഇവിടെ ഒരു വേർഡ് ഗ്രിഡ് തന്നിട്ടുണ്ട്. ഏതൊക്കെ വേർഡ്സ്, വാക്കുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? യൂണിഫോം. മറ്റു വാക്കുകൾ കണ്ടെത്തി സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ വേർഡ്സ് നിങ്ങൾ കണ്ടു മക്കളെ? നോക്കിയേ. സിംബൽസ്, ഗ്ലോറി, കോർണർ, ഫിയർ, ഡിവോഷൻ, ഹീറോ, റെസ്പെക്റ്റ്, പ്രൊട്ടക്റ്റ്. സോ ഇത്രയും വേർഡ്സ് ഈ വേർഡ് ഗ്രിഡിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. എവ്രിഡേ ഹീറോസ് എന്ന പോയത്തിലും ദ ട്രിക്ക് ഓഫ് കിച്ചു എന്ന സ്റ്റോറിയിലും നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡ്സ് തന്നെയാണ് ഈ കൊടുത്തിട്ടുള്ളത്. സോ മക്കളെ, ഇംഗ്ലീഷ് ഫസ്റ്റ് യൂണിറ്റ് ബിയോണ്ട് ഫിയറിൻ്റെ കണ്ടിന്യൂഷനായ ചാപ്റ്റേഴ്സ് ആയിരുന്നു എവ്രിഡേ ഹീറോസും ദ ട്രിക്ക് ഓഫ് കിച്ചുവും. We discussed about the hard work and dedication of heroes in the poem Everyday Heroes, and we learned a story about the brave rabbit Kichu. He is also a hero, right? Dears, did you enjoy the class today? What was your favorite part? Dear kids, please mention what can I do to make the class better for you next time. Was the pace too fast, too slow, or just right? Please mention, my dears. What could I improve in my class structure? Just comment and share your opinion, my dears. So, we will explore more in the next class. Thanks for listening carefully. Bye.